കാലാകാലങ്ങളിലായി അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൂരതകൾക്ക് ഇന്നും ഒരു അറുതി വന്നിട്ടില്ല. മുഖം മൂടിയില്ലെങ്കിൽ പോലും കഠിനമായ ശിക്ഷകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ പുതിയ നിയമം പുറത്തിറക്കിയതോടുകൂടി തന്നെ ആ നിയമം അനുസരിച്ചുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ മതിവരുവോളം ഉപദ്രവിക്കാം എന്നതാണ്. അതായത് എല്ലൊടിഞ്ഞാൽ മാത്രം ഇനി ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും എന്നതാണ് പുതിയ നിയമത്തിൽ എടുത്തു പറയുന്ന ഒരു വിചിത്രമായ വാദം. ഈ നിയമം സ്ത്രീകളെ കൂടുതലായി തന്നെ ചൂഷണങ്ങൾക്ക് വിധേയമാക്കുകയാണ്. പുരുഷന്മാരെ കൂടുതലായി തന്നെ ഈ നിയമം സ്ത്രീകളുടെ മേൽ കൈവയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായി തന്നെ കാണപ്പെടുന്നു. മാത്രമല്ല മറ്റ് പല രീതിയിലും അവരെ ആക്രമിക്കുവാനും ഇനി അവർ മുതിരും എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തിറക്കിയ ഈ നിയമം ഇവിടെ എടുത്തു കാണിക്കുന്നത്. 2021 താലിബാൻ അധികാരം പിടിച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാനിലെ അവിടുത്തെ സ്ത്രീകളാകട്ടെ അവിടെ കടുത്ത നിയന്ത്രണങ്ങളും അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം, അതായത് 6ാം ക്ലാസ്സിന് മുകളിൽ തൊഴിൽ, പൊതുസ്ഥലങ്ങളിലെ പ്രവേശനം എന്നിവയ്ക്ക് വലിയ രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത വസ്ത്രധാരണം, ആ രീതികളും യാത്രാ നിയന്ത്രണങ്ങളും കാരണം അവർ വീടുകളിൽ അവിടെ തടവിലാക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഇത് ലിംഗപരമായ വേർതിരിവായി തന്നെ കണക്കാക്കപ്പെടുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് അവരുടെ മേൽ വീണ്ടും ഇരുമ്പുമറ തീർക്കുകയാണ് താലിബാൻ ഭരണകൂടം. പുതിയ ക്രിമിനൽ നിയമമാണ് ഇതിനൊരു ആസ്പദമായി തന്നെ പറയേണ്ടതും. ഭാര്യമാരെയും കുട്ടികളെയും ശാരീരികമായി തന്നെ ഉപദ്രവിക്കാൻ പുരുഷന്മാർക്ക് അനുമതി നൽകുന്ന 90 പേജുള്ള പുതിയ ശിക്ഷാ നിയമമാണ് താലിബാൻ പുറത്തിറക്കിയിരിക്കുന്നത്. ക്രൂരമായ മർദ്ദനമേറ്റാലും മറ്റു ഏത് രീതിയിലും, അതായത് എല്ലൊടിയുകയോ തുറന്ന മുറിവുകൾ ഉണ്ടാവുകയോ ചെയ്ത് ഇല്ല എങ്കിൽ അത് കുറ്റകരമായി തന്നെ കണക്കാക്കില്ല എന്നതാണ് നിയമത്തിലെ ഏറ്റവും വലിയ ഭയാനകമായ വശം. ഇതോടുകൂടി തന്നെ രാജ്യത്തെ ഗാർഹിക പീഡനം ഫലത്തിൽ നിയമവിധേയമായി തന്നെ മാറിയിരിക്കുകയാണ് എന്നതാണ് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാര്യയുടെ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകളോ ഒടിവുകളോ ഉണ്ടായാൽ പോലും ഭർത്താവിന് ലഭിക്കുന്ന പരമാവധി ശിക്ഷ വെറും 15 ദിവസത്തെ തടവ് മാത്രമാണ്. എന്നാൽ ഇത് തെളിയിക്കുക എന്നത് അസാധ്യമായ കാര്യവുമാണ്. പീഡനം നടക്കുന്നുവെന്ന് തെളിയിക്കാൻ മുറിവുകൾ അവിടെ ജഡ്ജിക്ക് മുന്നിൽ കാണിക്കണം. അതേസമയം സ്ത്രീകൾ പൂർണ്ണമായും തന്നെ ശരീരം മറച്ചിരിക്കണമെന്ന നിയമവും ഇവിടെ നിലവിലുണ്ട്. ഇത് വലിയൊരു മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ സ്ത്രീകളുടെ ശരീരം ജഡ്ജിക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ സാധിക്കില്ല എന്നതും ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ പുരുഷന്മാർക്ക് ഭാര്യമാരെ വേണ്ടുവോളം തല്ലാം, എന്നാൽ ഇത്തരത്തിൽ എല്ലൊടിയുകയോ അല്ലെങ്കിൽ ഗുരുതരമായ മുറിവുകൾ വന്നാൽ മാത്രമാണ് അത് ശിക്ഷയുടെ പരിധിയിലേക്ക് വരൂ. എന്നാൽ ഇത്തരത്തിൽ അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കാനും ഇവിടെ നിർവാഹമില്ല എന്നതാണ് ഇവിടെ എടുത്ത് അടിവരയിട്ട് പറയുന്നത്. ഇതിനെല്ലാം പുറമെ തന്നെ പീഡിപ്പിച്ച ഭർത്താവിനൊപ്പമോ അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ തുണയ്ക്കൊപ്പമോ മാത്രമേ സ്ത്രീകൾക്ക് കോടതിയിലെത്താൻ അനുവാദമുള്ളൂ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ തന്നെ ബന്ധുക്കളെ സന്ദർശിക്കുന്ന സ്ത്രീകൾക്ക് 3 മാസം വരെ തടവ് ശിക്ഷ പോലും അവിടെ പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. മുൻപ് അമേരിക്കൻ പിന്തുണയുള്ള സർക്കാരിന്റെ കാലത്ത് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകിയിരുന്ന 2009 എലിമിനേഷൻ ഓഫ് വയലൻസ് എമിഗ്രന്റ് വിമൺ എന്ന ആ ഒരു നിയമം അത് പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു പരിഷ്കാരം നടത്തിയിരിക്കുന്നത്. സ്ത്രീകളെ ഭർത്താവിന്റെ വെറും സ്വത്തായോ അല്ലെങ്കിൽ അടിമയായോ മാത്രം കാണുന്നതാണ് ഈ നിയമമെന്നും വിമർശകർ വ്യക്തമാക്കുന്നു. താലിബാന്റെ ഈ പ്രത്യേക നിയമത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി തന്നെ ഇടപെടണം എന്നതാണ് പ്രവാസികളായ അഫ്ഗാൻ മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. UN-ഉം മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും നിയമപരമായ മാർഗങ്ങളിലൂടെ ഈ നിയമം നടപ്പിലാക്കുന്നത് അവിടെ തടയണമെന്നും അവർ വാദിക്കുന്നുണ്ട്. താലിബാൻ അധികാരമേറ്റ ശേഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലും നേരത്തെ തന്നെ വലിയ രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഗാർഹിക പീഡനത്തിന് പച്ചക്കൊടി കാട്ടുന്ന പുതിയ നിയമം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.